ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 12ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ പാഠഭാഗം ദൈവം മൂശയ്ക്ക് കൊടുത്ത കൽപ്പനയെക്കുറിച്ചുള്ള ദീർഘമായിട്ടുള്ളൊരു പ്രതിപാദനമാണ്. കൽപ്പനകൾ മനുഷ്യൻ്റെ ജീവിതത്തിന്, പ്രത്യേകിച്ച് അവൻ്റെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളിൽ അനിവാര്യമായിട്ടൊരു ഘടകമാണ് ഈ 10 കൽപ്പനകൾ. അതനുസരിക്കാനായിട്ട് ദൈവം തന്നെ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് 5ാമത്തെ പാഠഭാഗത്ത് കാണുന്നത് മനുഷ്യൻ ആരാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യന് ബുദ്ധി പ്രാപിക്കുന്ന ആ നിമിഷം മുതൽ അവൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ആരാണ്. ആ ചോദ്യം ഇന്നും നമ്മളെല്ലാവരും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആരാണ്. തത്വചിന്തകനായ സോക്രട്ടീസ് ഒരു സത്യാന്വേഷിയായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, എന്തിനേയും ചോദ്യം ചെയ്യുക ഒരു തത്വജ്ഞാനിയുടെ ലക്ഷണമാണ്. വായ്, എന്തുകൊണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ പറയും, ആപ്പിള് നിലത്ത് വീണ ആപ്പിൾ എന്തുകൊണ്ട് നിലത്ത് വീണു എന്ന് ചിന്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് അതിന് ഉത്തരം ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പം മനുഷ്യൻ ആരാണ്, അവൻ്റെ അസ്തിത്വം മാത്രമല്ല ആ അസ്തിത്വത്തിനുള്ള മഹത്വവും കൂടെ ദർശിക്കാൻ സാധിക്കുമ്പോഴാണ് മനുഷ്യൻ ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതിലൂടെ വായിക്കുന്നുണ്ട്, ലയോ പാപ്പ പറയുന്നുണ്ട്, അല്ലയോ ക്രൈസ്തവ, നിന്റെ മഹത്വം എന്തെന്ന് തിരിച്ചറിയുക. നീ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രകൃതിയിൽ പങ്കുചേരുന്നതിനാൽ പാപം ചെയ്തുകൊണ്ട് നിനക്ക് മുമ്പുണ്ടായിരുന്ന അധമസ്ഥിതിയിലേക്ക് തിരിച്ചു പോകരുത്. നിന്റെ ശിരസ് എന്താണെന്നും ആരുടെ ശരീരത്തിൻ്റെ അവയവമാണ് നീ എന്നും ഓർമ്മിക്കുക. അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുന്നെന്നും ഓർക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മനുഷ്യൻ ആരാണ്, അവൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു യാത്രയാണ്. മനുഷ്യ വ്യക്തി അവൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് നമ്മൾ പഴയ നിയമത്തിലേക്ക് ചെല്ലുക. ദൈവം അവനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ദൈവം തൻ്റെ ഛായയിലും രൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനെ ഒരു വ്യക്തിയായി സൃഷ്ടിച്ചു. വ്യക്തിയായി സൃഷ്ടിച്ചതുകൊണ്ട് അവന് മറ്റുള്ളവരോടും ഈ ലോകത്തോടും ബന്ധപ്പെടാൻ സാധിക്കും. റിലേഷൻഷിപ്പ് അത് ഈ ലോകത്തോട് മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധം. ആ ബന്ധിപ്പിക്കലാണ് വാസ്തവത്തിൽ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മനുഷ്യൻ എത്രയോ വലിയവനാണ്. കാരണം ദൈവം മനുഷ്യരിൽ തന്നെ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് നിത്യ സൗഭാഗ്യത്തിനാണ്. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തെ സ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ലോകത്തിൽ മറ്റുള്ളവരുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് അതുവഴിയായിട്ട് അവൻ്റെ മഹത്വം പ്രാപിക്കുക. അവനോടൊപ്പം അവൻ മാത്രമല്ല, അവൻ മഹത്വം പ്രാപിക്കുമ്പോൾ
മറ്റുള്ളവരും കൂടെ മഹത്വം പ്രാപിക്കാനായിട്ട് അവന് സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടാണ് എൻ്റെ സാന്നിധ്യം കൊണ്ട് 10 പേര് ദൈവത്തെ അറിയുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കേണ്ടത്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മളായിരിക്കേണ്ടതാണ്. എൻ്റെ സാന്നിധ്യം കൊണ്ടും എൻ്റെ ബന്ധം കൊണ്ടും മറ്റുള്ളവർ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വ്യക്തി ആയതുകൊണ്ട് അവന് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ സ്വതന്ത്രനാണ്. തൻ്റെ ആത്മാവ് മൂലം തൻ്റെ ആത്മീക കഴിവുകളുടെ ബുദ്ധിയുടെയും ഇച്ഛയുടെയും ശക്തി മൂലം അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇവിടെ ബുദ്ധിയുണ്ട്, ഇച്ഛയുണ്ട്. സ്വാതന്ത്ര്യം വേരൂന്നിരിക്കുന്നത് ഈ 2 കാര്യങ്ങളിലാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം അവന് ലഭിച്ചപ്പോൾ അവൻ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. മതത്തിൻ്റെയും അവ്വായുടെയും കഥയിലൂടെ ലേഖകൻ നമ്മോട് പറയുന്നതാണ്, അവൻ്റെ സ്വാതന്ത്ര്യം അവൻ ദുർവിനിയോഗിച്ചു. അതുകൊണ്ട് അവൻ പാപത്തിൽ വീണു. അത് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അവൻ പാപത്തിലേക്ക് വീഴുകയാണ്. ഈ പാപത്തിലേക്ക് വീണ അവനെ പിന്നെ നമ്മൾ കാണുന്ന രക്ഷകൻ വരികയാണ്. ക്രിസ്തു എന്ന ദൈവപുത്രൻ തൻ്റെ പീഡാസഹനവും മരണവും വഴി നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. പൗലോസ് പറയുന്നുണ്ട്, അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു എന്നതാണ്. രക്തം കൊണ്ട് വീണ്ടെടുത്തു എന്നതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് അതുവഴിയായിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ദത്തുപുത്രന്മാരായി. ഒരു മനോഹരമായ വാക്കാണ് ദത്തുപുത്രൻ. ദൈവം നമ്മെ ഏറ്റെടുക്കുകയാണ്. രക്തം കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരെയും പുത്രസ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൃപാവരത്തിൽ വളരണം. കൃപാവരത്തിൽ വളരണമെങ്കിൽ നമ്മുടെ ജീവിതം ധാർമ്മികമുള്ളതായി തീരണം. സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തും ചെയ്യലല്ല, നന്മ ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. ഇനി അടുത്തത്, ഈ മാനവ സമൂഹത്തിന് ദൈവം കൊടുത്ത അല്ലെങ്കിൽ ക്രിസ്തു കൊടുത്ത ഉപദേശം എന്ന് പറയും. അതിന് സുവിശേഷ ഭാഗ്യങ്ങൾ പറയുന്നുണ്ട്. മാഗ്ന കാർട്ട എന്ന് പറയും. മാനവ സമൂഹത്തിന്റെ ക്രിസ്തുവിന്റെ മാഗ്ന കാർട്ട. അപ്പൊ ചോദിക്കുന്നത് എന്താണ് മാഗ്ന കാർട്ട? ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം. ഇംഗ്ലണ്ടിലെ രാജാവായ ജോൺ 1215 ജൂൺ 15-ാം തീയതി ജനപ്രതിനിധി സഭയുടെ ആവശ്യപ്രകാരം ഭരണ നിയന്ത്രണ വ്യവസ്ഥകൾ അടങ്ങിയ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതാണ് വ്യവസ്ഥാപിത ജനാധിപത്യ ഭരണത്തിന്റെ ആരംഭം. അതുകൊണ്ടാണ് അതിനെ മാഗ്ന കാർട്ട എന്നുള്ളത്. ജനാധിപത്യത്തിന്റെ വ്യവസ്ഥാപിതമായ ജനാധിപത്യത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഇവിടെ വെച്ചാണ്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ആരംഭം എന്ന് പറഞ്ഞാൽ അവനിലേക്ക് പോകാനും അതുപോലെ തന്നെ അവൻ മറ്റുള്ളവരിലേക്ക് പോകാനുള്ള ഒരു വിളിയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങൾ വായിച്ചു നോക്കറിയാം. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവന്മാർ. ആത്മാവിൽ മാത്രമല്ല, ഭൗതികമായ ദാരിദ്ര്യവും അതിൽ ഉൾപ്പെട്ടിരുന്നത് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല, നമ്മൾ ചിന്തിക്കാറുമില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ മറ്റുള്ള ലോകവുമായി ബന്ധപ്പെടുമ്പോൾ ആ ലോകം എനിക്കെന്ത് തരും, ഞാനെന്ത് ലോകത്തിന് കൊടുക്കും എന്നുള്ളൊരു വിളിയാണ് വാസ്തവത്തിൽ നമ്മൾ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധ്യായം 5. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ,
അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അന്തിമ ലക്ഷ്യം എന്താണ്? ദൈവരാജ്യം, ദൈവദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായിട്ട് എന്നെ തന്നെ രൂപപ്പെടുത്തുക, അതുപോലെ തന്നെ ഭൗതികമായ വസ്തുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സുവിശേഷ സൗഭാഗ്യത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. അത് ജീവിതത്തിലേക്ക് പകർത്തുക. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം നമ്മെ ഓരോരുത്തരെയും തന്റെ സൗഭാഗ്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ഈ വിളി ഓരോരുത്തർക്കും വ്യക്തിപരമായി നൽകപ്പെട്ടിരിക്കുന്നു. സൗഭാഗ്യം നമ്മെ ദൈവിക പ്രകൃതിയുടെയും നിത്യജീവന്റെയും ഭാഗവാക്കുകളാകുന്നു. അതുവഴി ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനാകും. ഇതെല്ലാം നമുക്ക് തരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. അതാണ് സുവിശേഷ ഭാഗങ്ങൾ വളരെ ഉപരിപ്ലവമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി നമുക്ക് വളരെ ഡീപ്പായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഇനി മനുഷ്യന്റെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. മനുഷ്യൻ, വിശുദ്ധ ബർണ്ണബാസ് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യനെ കുറിച്ച്? മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് അവൻ ദൈവത്തെ പോലെയാണ്. അവൻ സ്വതന്ത്ര മനസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടവന് തൻ്റെ പ്രവൃത്തികളുടെ നിയന്താവുമാണ്. അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനാണ്. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് അവൻ്റെ ഓരോ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്വം അവൻ തന്നെയാണ്. അതാണ് പറയുന്നത്, തൻ്റെ പ്രവൃത്തികളുടെ നിയന്താവും കൂടിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തൻ്റെ പ്രവൃത്തികളെ തുടങ്ങാനും നിയന്ത്രിക്കാനും എല്ലാം ബുദ്ധിശക്തിയുള്ള മനുഷ്യന് സാധിക്കും. അവന് വേണ്ടത് വയ്ക്കാനും അത് ആവശ്യമാണ് എന്ന് കരുതി ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും മനുഷ്യന് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഈ നമ്മൾ ഓരോരുത്തരും പക്വത അല്ലെങ്കിൽ പക്വത പ്രാപിക്കണം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്നത് ഓരോ പ്രവൃത്തിയും നമ്മിൽ നിന്ന് വരുന്നു, നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് നല്ലതോ ചീത്തയോ അത് വരുമ്പോഴാണ് അതിൽ ധാർമ്മികത വരുന്നത്. നന്മ ചെയ്യുമ്പോൾ അത് ആ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഫ്രീഡം അല്ല വാസ്തവത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ധാർമ്മികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം നന്മ ചെയ്തോ അത്രത്തോളം നമ്മൾ സ്വതന്ത്രരായി മാറും എന്നുള്ളതാണ്. ഈ സ്വതന്ത്രരായി മാറണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അത് ശുദ്ധമായിരിക്കണം. നമ്മൾ കാണുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ പാപത്തിന് വിധേയമായ ഹവ്വായുടെയും ആബേലിനെക്കുന്ന കായനോടും ദാവീദ് വധിച്ച തൻ്റെ ഭാര്യയായ ഉറിയായോടും ഈ 3-4 കാര്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ഒരു ചോദ്യമാണ് ദൈവം അവരോട് ചോദിക്കുന്നത്: എന്തുകൊണ്ട് ഈ തിന്മ ചെയ്തു? ഇവിടെയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടെണ്ണം വെച്ചുകൂടെ തന്നെ, ഒന്ന് ഇത് അല്ലെങ്കിൽ ഇത് അതല്ല. വിവരക്ഷത്തിൽ രണ്ടും ശരിയാകില്ല. അപ്പൊ മൂന്നാമതൊന്നും കൂടെ നമ്മൾ കാണണം. അതാണ് ധാർമ്മികത വരുന്നത്. അപ്പൊ ധാർമ്മികത നമ്മൾ വളർന്നുന്തോറും അല്ലെങ്കിൽ അത് ജീവിക്കുന്തോറും നമ്മൾ സ്വതന്ത്രരാകുന്നു, നമ്മൾ നന്മ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ സ്വാതന്ത്ര്യം നമുക്ക് പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. പ്രത്യേകിച്ച് ധാർമ്മികവും മതപരമായ കാര്യങ്ങൾ. എല്ലാ മനുഷ്യർക്കും ഈ 2 കാര്യങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അവകാശമുണ്ട്. ധാർമ്മികത, മതപരമായി എനിക്ക് എന്ത് വിശ്വസിക്കണം, ഞാൻ എന്ത് ജീവിക്കണം എന്നുള്ളത് അവകാശത്തിൻ്റെതാണ്. അത് രാഷ്ട്രം തരണം, സമൂഹം തരണം,
എങ്കിൽ മാത്രമേ നമുക്കൊരു വ്യക്തിക്ക് ആ ധാർമ്മികതയിൽ കൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ധാർമ്മികതയെ തന്നെ മുറിപ്പെടുത്തുന്നതും ബലഹീനമാക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ അവൻ്റെ അറിവുകളായിരിക്കാം, പേടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളായിരിക്കാം. ഇതൊക്കെ വരുമ്പോൾ അവൻ്റെ പ്രവൃത്തിയുടെ കാഠിന്യം പലപ്പോഴും കുറഞ്ഞെന്നിരിക്കും എന്ന് കരുതിക്കൊണ്ട് അവൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല, തെറ്റ് തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഇതിനൊക്കെ നമ്മുടെ പ്രവൃത്തികളൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇനി മനുഷ്യ പ്രവൃത്തികളുടെ ധാർമ്മികത, മാനുഷിക പ്രവൃത്തികളുടെ ധാർമ്മികത. മനുഷ്യൻ ഈസ് എ മോറൽ ബീയിങ്, മോറൽ സബ്ജക്റ്റാണ്. കാരണം അവന് സ്വാതന്ത്ര്യമുണ്ട്. അവൻ നല്ലതോ ചീത്തയാണെന്ന് അവന് തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുക്കുന്നതിൻ്റെ വിഷയം എന്താണ്, ഉദ്ദേശം എന്താണ്, സാഹചര്യം എന്താണ്, ഇതൊക്കെ ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴുള്ള മൗലിക ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായിട്ട് ഗൗരവം അല്പം കുറഞ്ഞും കൂടിയും എന്നിരിക്കുന്നല്ലാതെ അത് അതിൻ്റെതായിട്ടുള്ള അത് തെറ്റല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. സാഹചര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയം, ഇങ്ങനെയുള്ള പുറമേ നിന്ന് വരുന്ന ചില സ്റ്റിമുലസ് ഒക്കെ നമ്മുടെ പ്രവൃത്തിയെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ധാർമ്മികതയെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം നന്നായിരിക്കണം. മാത്രമല്ല അതിനെ യുക്തി കൊണ്ടും അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥന കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, നല്ലതാണോ ശരിയാണോ. ഞാൻ പിന്നീടേക്ക് വരുന്നുണ്ട്. ഈ മനസ്സാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഞാൻ പറയുന്നതായിരിക്കും. അവിടെയാണെന്ന് വാസ്തവത്തിൽ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്നത്. നമ്മളിപ്പോൾ കൊണ്ട് മാനുഷിക പ്രവൃത്തികളുടെ ധാർമ്മികത, ഇനി മാനുഷ്യ വികാരങ്ങളുടെ ധാർമ്മികത. ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? വികാരങ്ങൾ എന്ന പാഷൻസ് ആണ് നമ്മൾ പദം, പാഷൻസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അനുഭൂതികൾ അഥവാ വികാരങ്ങളെ കൊടുത്തിരിക്കുന്നതാണ്. വികാരങ്ങൾ ഐന്ദ്രിക വാച്യയുടെ പ്രകമ്പനങ്ങളോ ചലനങ്ങളോ ആണ്. ഇന്ദ്രിയങ്ങളിൽ കൂടിയാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് ലഭിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് പലപ്പോഴും നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന പ്രകമ്പനം അല്ലെങ്കിൽ ചലനമാണ് വാസ്തവത്തിൽ നമ്മുടെ വികാരങ്ങളെ വികാരങ്ങളാക്കി മാറ്റുന്നത്. അതിലേറ്റവും വലിയ വികാരം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കുക. വിശുദ്ധ തോമസ് അക്വേരിയസ് പഠിപ്പിച്ചതുപോലെ സ്നേഹിക്കുക എന്നത് മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുക എന്നതാണ്. നന്മയിലേക്കുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ഈ പ്രഥമ ചലനത്തിൽ നിന്നുള്ള സകല വികാരങ്ങളും ഉത്ഭവിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നന്മ മാത്രമേ സ്നേഹിക്കപ്പെടുന്നുള്ളൂ. സ്നേഹം ദുഷിച്ചതാണെങ്കിൽ വികാരങ്ങൾ ദുഷിച്ചതാണ്. അത് നല്ലതാണെങ്കിൽ വികാരങ്ങളും നല്ലതാണ്. വികാരങ്ങൾ നല്ല പ്രവൃത്തിക്ക് ഉതകുന്നവയാകുമ്പോൾ ധാർമ്മികമായി നല്ലവയാണ്, മറച്ചായിരിക്കുമ്പോൾ മോശമാണ്. ഇവിടെ സ്നേഹം അതൊരു വികാരമാണ്. പക്ഷേ നല്ലതല്ലാത്ത വികാരങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. വളരെ വ്യക്തമായിട്ട് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. അപ്പോൾ ഈ വികാരത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണ്? മനസ്സ് തന്നെയാണ്. ഈ മനസ്സിൽ നിന്നാണ് വാസ്തവത്തിൽ ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യന് യോജിക്കാൻ പറ്റാത്ത മനുഷ്യ ജീവിതത്തിന് ഘടകവിരുദ്ധമായ പലതും പുറത്തേക്ക് വരുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം സ്നേഹമാണ്. ആ സ്നേഹം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ, സ്നേഹമാകുന്ന വികാരം നമ്മൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും തിന്മയിലെ പാതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല.
യാതൊരു സംശയവുമില്ല. കാരണം അവിടെയാണ് ദൈവത്തിൻ്റെ വിളി ഉണ്ടാകുന്നത്. പിന്നെ വികാരങ്ങൾ വെറുതെ അനുഭൂതികളായിട്ട് മാത്രം മാറ്റുകയാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. ഈ വികാരങ്ങളെ നന്നാക്കി തീർക്കുകയും ചെയ്യാം. ഉദാഹരണം പറയാം, ദുരാഗ്രഹം. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ആഗ്രഹിച്ചാൽ മതി, ഇല്ലാത്തത് ദുരാഗ്രഹമാണ്. ആ ആഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിന് യോജിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നല്ലതായിരിക്കും. അതൊരു ദുരാഗ്രഹമായിട്ട് മാറുകയില്ല, അതൊരു ആഗ്രഹമായിട്ട് മാറുകയില്ല. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മൾ വഴിയിൽ കൂടെ പോകുന്ന നമ്മളൊരു സ്ത്രീയെ കാണുന്നു, ഒരു പെണ്ണാണെങ്കിൽ ഒരു പുരുഷനെ കാണുന്നു, ഒരു വൈകാരിക തലത്തിലുള്ള ഇഷ്ടം തോന്നിയേക്കാം. പക്ഷെ ഈ ഇഷ്ടം നമുക്കതിനെ ലൈംഗിക തലത്തിലേക്ക് കൊണ്ടുപോകാതെ മറ്റു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്താണ്? ഒരു വ്യക്തിയുടെ സൗന്ദര്യം കാണുമ്പോൾ നമുക്ക് പറയാം, ദൈവത്തിന്റെ സൗന്ദര്യം എത്ര മനോഹരമാണ്. ഇതാണ് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നല്ലതാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇതുപോലെ പലതും. അഹങ്കാരം. പിന്നെ ഓരോ വികാരം എടുത്ത് നോക്കിയാലും നമുക്കതിനെ നല്ല സുഹൃതങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനാവശ്യം ആത്മാവിന്റെ നിറവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചേ മതിയാവും. മനുഷ്യൻ ഇച്ഛാശക്തി കൊണ്ട് മാത്രമല്ല, ഐന്ദ്രിക വാച്ഛകൾ കൊണ്ടുകൂടിയ നന്മയിലേക്ക് ചലിക്കപ്പെടുന്നതിനാണ് ധാർമ്മിക പൂർണ്ണത അടങ്ങിയിരിക്കുന്നത്. സങ്കീർത്തനോടൊപ്പം നമുക്ക് പാടാം. ഈ ഇച്ഛ എന്ന് പറയുമ്പോൾ ഇന്റലക്ട് എന്ന് പറയും, വില്ലെന്ന് പറയും. നമ്മുടെ ബുദ്ധിയും വികാരങ്ങളും, വികാരം എന്ന് പറയാം, ഇമോഷൻസ് എന്ന് പറയാം. ഈ ഇന്റലക്റ്റും വില്ലും കൂടെ ചേരുമ്പോഴാണ് വാസ്തവത്തിൽ മനുഷ്യനാക്കി തീർക്കുന്നത്. പക്ഷെ നമുക്ക് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവർ ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. അന്തിമമായിട്ട് അവരുടെ ഏറ്റവും പരിശുദ്ധമായ വികാരം എന്താണെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹം. ആ സ്നേഹമാണ് ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. മനുഷ്യനും ഈ അടുത്ത് വരുന്നത് മാനുഷിക വികാരങ്ങളുടെ ധാർമ്മികത നമ്മൾ കണ്ടു. ഇനി മനസ്സാക്ഷി എന്താണ്? മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നിയമമാണ് മനസ്സാക്ഷി. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് മനസ്സാക്ഷി എന്നത്? വ്യക്തിയുടെ ഹൃദയത്തിൽ സന്നിഹിതനായിരിക്കുന്ന ധാർമ്മിക മനസ്സാക്ഷി. റോമാക്കാർക്ക് എഴുതിയതിന്റെ 2-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെ. നന്മ ചെയ്യാനും തിന്മ ഉപേക്ഷിക്കാനും തക്ക സമയത്ത് അവനോട് കൽപ്പിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന നിയമം, ആ നിയമത്തിന്റെ വെളിച്ചത്തിൽ അവന് നന്മ പ്രവർത്തിക്കാനും തിന്മ പ്രവർത്തിക്കാനും അവന് സാധിക്കും. ഇത് രണ്ടും അവനുണ്ട്. തിരഞ്ഞെടുക്കുന്നത് അവനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. കാരണം മനസ്സാക്ഷിയുടെ ഏറ്റവും വലുത്. പിന്നെ മറ്റൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സാക്ഷി തന്നെ നല്ലതുണ്ടാവും, മോശപ്പെട്ടതുണ്ട്. നല്ല മനസ്സാക്ഷി. അപ്പൊ നല്ല മനസ്സാക്ഷി രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് ഒരാളെ കൊല്ലണം, ഞാനത് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. പക്ഷെ എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കുകയാണ്, ഒരുത്തനെ കൊല്ലുന്നത് ശരിയാണോ? ഇതാണ് എൻ്റെ മനസ്സാക്ഷിയുടെ രൂപീകരണം. അവൻ പറയുന്നത് കൊല്ലുന്നത് ശരിയല്ല. ഇവിടെ എൻ്റെ മനസ്സാക്ഷി നല്ല മനസ്സാക്ഷിയെ കൊണ്ടുവരികയാണ്. കൊല്ലാൻ ഉദ്ദേശിക്കുന്ന മനസ്സാക്ഷി അവനെ കൊല്ലാൻ പാടില്ല എന്ന് മറ്റുള്ളവരിലൂടെ ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അത് നല്ല മനസ്സാക്ഷി രൂപീകരണം ഏറ്റവും ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ കാണിക്കും, തെറ്റുകൾ കാണിക്കും, പാപം ചെയ്യും. ഇനി രണ്ടാമതായിട്ട് നല്ല മനസ്സാക്ഷി രൂപീകരണത്തിന് വചനത്തിന്റെ അല്ലെങ്കിൽ വേറെ പുസ്തക വായന, വചനം ശ്രമിക്കുക. ഇതിലൊക്കെ ഓരോ വചനത്തിലും നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നല്ലത്, ഏതാണ് മോശമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊരു വലിയൊരു വഴികാട്ടിയാണ്. അതിലൂടെ നമുക്ക് നല്ല മനസ്സാക്ഷി രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും. നിന്റെ മനസ്സാക്ഷിയിലേക്ക് തിരിയുക, അതിനെ ചോദ്യം ചെയ്യരുത്. സഹോദരങ്ങളെ ഉള്ളിലേക്ക് തിരിയുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ നിങ്ങളുടെ സാക്ഷിയെ കാണുകയും ചെയ്യുക. പിന്നെ മറ്റൊന്നുണ്ട്, മറ്റുള്ളവരുടെ മനസ്സാക്ഷിക്കെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശം നമുക്കില്ല. അവരുടെ മനസ്സാക്ഷി ശരിയോ തെറ്റോ എന്നുള്ളതല്ല. തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി കൊടുക്കാനുള്ള നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നന്മയിലേക്ക് കൊണ്ടുവരിക.
അവൻ്റെ മനസ്സാക്ഷി ബഹുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷി ബഹുമാനിക്കാനായിട്ട് എൻ്റെ കൂടെയുള്ളവർക്കും സാധിക്കണം. മറ്റൊന്ന്, മനസ്സാക്ഷി നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യ വ്യക്തിയും സമൂഹവും നമ്മളിപ്പോൾ കണ്ടു, ധാർമ്മികത കൊണ്ടു, നമ്മുടെ പ്രവൃത്തികളുടെ ധാർമ്മികത കണ്ടു, നമ്മുടെ മനസ്സാക്ഷി കണ്ടു. ഇനി മനുഷ്യനും സമൂഹവും നമുക്കറിയാം, ആരും പറയാതെ തന്നെ അറിയാം, മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. കാരണം അവന്റെ സമൂഹത്തിലൂടെയാണ് അവനായിത്തീരുന്നത്. ജനിച്ച അന്ന് മുതൽ മരിക്കുന്നവരെ ഒരു മുറിയിൽ അവന് അടയ്ക്കപ്പെട്ടിരുന്നാൽ അവന് സംസാരിക്കാൻ പോലും അവനറിയില്ല, അവൻ ഏത് ഭാഷയിലും അറിയില്ല. അപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചും പരസ്പരം കടമകൾ നിർവഹിക്കൊണ്ടുമാണ് വാസ്തവത്തിൽ നമ്മൾ വളരുന്നത്. ഈ വളർച്ച ഒരു പ്രത്യേകതയുണ്ട്. സമൂഹം ദൈവം തന്നെ സമൂഹമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ ആ സമൂഹത്തിൽ നിന്നാണ് നമ്മളും സമൂഹമായി മാറുന്നത്. ലോകത്തിലേക്ക് ഒരു വ്യക്തി ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട്, മനുഷ്യ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട്, മനുഷ്യനെ കാണുകയും അവനെ സ്നേഹിക്കുകയും അവനോടുള്ള കടപ്പാടുകളും എൻ്റെ കടപ്പാടുകൾ നിറവേറ്റിക്കൊണ്ട് ഒരു നല്ല മനുഷ്യനായ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സമൂഹം അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ സമൂഹം അനിവാര്യമാണ്. അതില്ലെങ്കിൽ ഒരിക്കലും വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എങ്കിൽ തന്നെയും മനുഷ്യൻ സമൂഹ ജീവിയാണെങ്കിൽ തന്നെയും സമൂഹ ജീവിതത്തിലെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. എല്ലാ സാമൂഹിക സംവിധാനങ്ങളുടെയും പ്രഭുവും കർത്താവും ലക്ഷ്യവും മനുഷ്യ വ്യക്തിയാണ്. അത് ശരിയാണ്. മനുഷ്യ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു ജീവനെ നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവനെ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ആ വ്യക്തിയിലേക്കാണ് വാസ്തവത്തിൽ മനുഷ്യ സമൂഹം കൂടെ കടന്നു കയറുന്നത്. ആ വ്യക്തി വളരുന്നത് എവിടെയാണ്? വ്യക്തി വളർന്ന് അവന്റെ അന്തസ്സ്, മനുഷ്യ അന്തസ്സ് എന്ന് പറയുന്നത്, അതിലേക്ക് എത്തിച്ചേരുന്നത് അവന്റെ കുടുംബത്തിലാണ്. കുടുംബത്തിൽ അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അവന്റെ മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സാഹചര്യങ്ങൾ, അമ്മ, അപ്പൻ എല്ലാം ഉണ്ട്. ഇതിലൂടെയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയായി തീർന്നത്. അതുപോലെ തന്നെ അതിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകം നമ്മുടെ ചുറ്റുപാട് രാഷ്ട്രമാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ. അതുപോലെ തന്നെ സംഘടനകളുണ്ട്, ധാരാളം സംഘടനകൾ ലോകത്തിലുണ്ട്. സാംസ്കാരിക സംഘടനകളുണ്ട്, കായികപരമായിട്ട് സംഘടനകളുണ്ട്, സാമൂഹിക ലക്ഷ്യങ്ങളോടുകൂടെ സഹകരിക്കുന്ന സംഘടനകളൊക്കെ, ഇതൊക്കെ ഉണ്ട്. ഈ സംഘടനകൾ ഉണ്ടാകുമ്പോഴും എൻ്റെ വളർച്ച മാത്രമല്ല, പൊതുവായിട്ടുള്ള വളർച്ച, മനുഷ്യന്റെ വളർച്ചയും കൂടെ അതിൽ നമുക്ക് സാധിക്കും. എങ്കിൽ തന്നെയും ഞാനെന്ന വ്യക്തി അതോടെ ഇല്ലാതായി തീരുന്നില്ല. സാമൂഹ്യവൽക്കരണത്തിൽ അതിൽ കുറച്ച് അല്പം പ്രശ്നങ്ങളുണ്ടാകും. അല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ തക്ക വിധത്തിൽ നിയമങ്ങളുടെ രാഷ്ട്രം കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ അതോടെ വ്യക്തിത്വത്തിൽ കോട്ടം സംഭവിക്കും. അനാവശ്യമായിട്ട് രാഷ്ട്രത്തിന്റെ ഇടപെടലുകളുണ്ട്. ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മ ചെയ്യാനുള്ള ആഗ്രഹമാണ്, അഭിവാഞ്ഛയാണ്. അതിനെ നശിപ്പിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന് തകർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യൻ തീർച്ചയായിട്ടും ഏകനാണ്. ഏകനായ മനുഷ്യൻ ജീവിക്കുന്നതും വളരുന്നതും എപ്പോഴാണ്? സമൂഹത്തിൽ വെച്ചാണ്. അവൻ വളർന്ന് വലുതാകുന്നതും അവൻ്റെ മഹത്വം പ്രാപിക്കുന്നതും സമൂഹത്തിലാണ്. ഈ സമൂഹത്തിലാകുമ്പോൾ ഒരു ചുറ്റുപാടുള്ള സംഘടനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയും അവൻ വളരുന്നു. മാത്രമല്ല, ആ സംഘടനയും വളരുന്നു. അപ്പം അവൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രമല്ല, മറ്റ് അതിനേക്കാൾ വലിയ ആവശ്യങ്ങളും കൂടെ സംഘടനയിലൂടെ നടക്കുന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാനെന്ന വ്യക്തി അത് വളരെ വളരെ വലുതാണ്. ഓരോ വ്യക്തിയില്ലാതെ സമൂഹം ഉണ്ടാവുകയില്ല. വ്യക്തിയെ നമ്മൾ മാനിക്കുക, സമൂഹത്തെ നമ്മൾ മാനിക്കുക. സാമൂഹ്യ സൃഷ്ടിക്ക് ആവശ്യമായ മാനുഷിക സുഹൃതങ്ങൾ, നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം. ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നതാണ്, നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം.
സുഹൃതമുള്ള വ്യക്തി നന്മ പിന്തുടരുകയും നന്മയിൽ മാത്രം ജീവിക്കുകയും ചെയ്യും. അവൻ്റെ ഓരോ പ്രവൃത്തിയും ആരംഭിക്കുന്നത് നന്മയുടെ ആഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതൊരു സുഹൃതമായിട്ട് മാറുകയാണ്. ഈ നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതമെങ്കിൽ, സുഹൃതത്തിന് രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മൗലിക ധർമ്മം നിർവഹിക്കുന്ന 4 സുഹൃതങ്ങളുണ്ട്. അവയെ മൗലിക സുഹൃതങ്ങൾ കാർഡിനൽ വെർച്യൂസ് എന്ന് വിളിക്കുന്നു. അത് ടെസ്റ്റ് വായിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. വിവേകം, നീതി, മനധൈര്യം, സംയമനം എന്നിവ. ഇതൊക്കെ മനഃപ്പാഠം പഠിച്ചെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് വിവേകം? ഓരോ സാഹചര്യത്തിലും നമ്മുടെ യഥാർത്ഥ നന്മ തിരിച്ചറിയാനും അത് നേടാൻ ശരിയായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാനും, ഓരോ സാഹചര്യത്തിൽ നമ്മുടെ യഥാർത്ഥ നന്മയിലുള്ള നന്മ തിരിച്ചറിയാനും അത് നേടാൻ ശരിയായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാനും, നന്മ എന്നിൽ മാത്രമല്ല എനിക്ക് പുറത്തുള്ള നന്മകൾ മനസ്സിലാക്കാനും അത് നേടാനായിട്ട് മാർഗങ്ങൾ തിരിച്ചറിയാനുള്ള ഒരവസ്ഥയാണ് വിവേകം. പറയുന്നുണ്ട്, പാമ്പിനെ പോലെ വിവേകമുള്ളവരായി തീരുക, പ്രാവിനെ പോലെ നല്ല മനസ്സുള്ളവരായി തീരുക എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിവേകം എന്നിതാണ്. ഈ വിവേകത്തിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടെയാണ് നീതി. വിവേകം, നീതി എന്നത് ദൈവത്തിന് വായിക്കാണ്ട് കൊടുക്കേണ്ടത് അവരെ കൊടുക്കേണ്ടത് അവരെന്താണ് അർഹിക്കുന്നത് അത് കൊടുക്കുക. അത് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക, മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കുക. പറയുന്നുണ്ടല്ലോ, യേശു തന്നെ പറയുന്നത്, സീസണിലുള്ള സീസണിന്, ദൈവത്തിനുള്ള ദൈവം. അഡ്യൂ, അതാണ് നീതി. മനധൈര്യം എന്നാൽ പ്രയാസങ്ങൾ ഉറച്ച മനസ്സുണ്ടാകുക, അതിൽ സ്ഥിരതയുള്ളവരായി തീരുക. ഉറച്ച മനസ്സ്, പ്രയാസങ്ങൾ ഉറപ്പും നന്മ പിന്തുടരുന്നതിൽ സ്ഥിരതയും ഉറപ്പാക്കുന്ന ധാർമ്മിക സുഹൃതമാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിവേകം എന്താണെന്ന് കാണുന്നുണ്ട്, നീതി എന്താണെന്ന് കാണുന്നുണ്ട്, ധൈര്യം എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് മൗലിക സുഹൃതങ്ങളിൽപ്പെട്ട മൂന്ന് കാര്യമാണ്. ഒന്നും കൂടെ പറയാനുണ്ട്, ക്ഷമിക്കണം. സംയമനം എന്താണ്? സംയമനം ഒന്നുമില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. നമ്മുടെ മേശപ്പുറത്ത് കുറേ ചോറും കറികളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം വലിച്ചു പോയി തിന്നുക എന്ന് പറഞ്ഞാൽ അതൊരു സംയമനമല്ല. ഭക്ഷിക്കുന്നിടത്തും ചെയ്യുന്നിടത്തൊക്കെ ഒരു നിയന്ത്രണം ആവശ്യം. ഇതാണ് സംയമനം. അതേത് കാര്യത്തിലുണ്ടാകണം. രണ്ടുപേരും നമ്മൾ സംവദിക്കുമ്പോഴും ഒരു ഹാളിലിരുന്ന് നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ സംയമനം എപ്പോഴും ആവശ്യമുണ്ട്. വേണ്ട സ്ഥലത്ത് പറയുക. അത് നഷ്ടപ്പെടുമ്പോൾ എന്താണ് കുഴപ്പം ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് അതൊരു ഭാരമായി തീരും. അത് ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ സംയമനം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ വിവേകം, നീതി, മനധൈര്യം, സംയമനം മൗലിക സുഹൃതങ്ങളാണ്. സമൂഹ സൃഷ്ടിക്കാവശ്യമായ ദൈവിക സുഹൃതങ്ങൾ എന്താണ്? ദൈവിക സുഹൃതങ്ങൾ മനുഷ്യനെ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നവയാണ്. അവയുടെ ഉത്പത്തിയും വിഷയവും ലക്ഷ്യവും ത്രിയേക ദൈവമാണ്. മനുഷ്യനെ ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അതാണ് ദൈവിക സുഹൃതങ്ങൾ. നമുക്കറിയാം എന്താണ് സുഹൃതങ്ങൾ. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. വിശ്വാസം, ശരണം, പ്രത്യാശ, സ്നേഹം. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് വിശ്വാസം? നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തിയ സകലതും വിശ്വസിക്കുന്നു, വിശ്വസിക്കണമെന്ന് തിരുസഭ നിർദ്ദേശിക്കുന്ന സകലതും നാം വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വെളിപാടിൽ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം എന്താണ് വിശ്വസിക്കണമെന്നുള്ളത് സഭ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. ഇതാണ് നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. ഇതാണ് വിശ്വാസം. പ്രത്യാശ എന്താണ്? നിത്യജീവിതം. നമ്മളെല്ലാം ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്കൊരു നിത്യമായ ജീവിതം എന്നുണ്ട്. അത് നേടാനുള്ള കൃപാവരം നാം ആഗ്രഹിക്കുന്നു. ഇതാണ് പ്രത്യാശ. സ്നേഹം എന്താണ്? സ്നേഹം എന്നെ തന്നെ മറ്റുള്ളവർക്കും ദൈവത്തിനും കൊടുക്കുക, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരനെ നാം സ്നേഹിക്കുക. സ്നേഹം പൂർണ്ണതയുടെ കണ്ണിയും സകല സൗഹൃദങ്ങളെ രൂപമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് സ്നേഹം. വിശ്വാസം,
പ്രത്യാശ, സ്നേഹം. ഇനി ഇതിനെയൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ വളർത്തിയെടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്, നിങ്ങളത് വായിച്ച് മനഃപ്പാഠം പഠിക്കുക. ജ്ഞാനം, ഗ്രഹണശക്തി, ആലോചന, മനധൈര്യം, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. ഞാൻ എല്ലാ ദാനങ്ങളിലേക്കും കടന്നു ചെല്ലുന്നില്ല, കാരണം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് നിശ്ചിത സമയങ്ങളൊന്നും തീർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നിത്യമഹത്വത്തിന്റെ പ്രഥമ ഫലങ്ങളായ പരിശുദ്ധാത്മാവിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന ഫലങ്ങൾ 12 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, മറ്റേത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, മറ്റേത് 2 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, ഔദാര്യം, സൗമ്യത, വിശ്വസ്തത, അടക്കം, ആത്മസംയമനം, ശുദ്ധത. അപ്പോൾ ദാനങ്ങൾ നമ്മൾ കണ്ടു, അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കണ്ടു. ഇത് കാണാപ്പാടം തന്നെ പഠിക്കണം. ഈ ഓരോ ദാനങ്ങളും ഓരോ ഫലങ്ങളും കാണാപ്പാടം തന്നെ പഠിക്കണം. ഇനി അടുത്തത് വരുന്നത് വ്യക്തിയും രാഷ്ട്രവും. നമ്മളിതുവരെ പഠിച്ചു സുഹൃതങ്ങൾ എന്താണെന്ന് പഠിച്ചു, മൗലിക സുഹൃതങ്ങൾ. അതുപോലെ തന്നെ ഈ സുഹൃതങ്ങൾ നമുക്ക് സൃഷ്ടിക്ക് ആവശ്യമായ എന്തൊക്കെ സുഹൃതം അത് നമ്മൾ പഠിച്ചു. പിന്നെ ആത്മാവിൻ്റെ ദാനങ്ങൾ പഠിച്ചു. ഈ ദാനങ്ങളാണ് വാസ്തവത്തിൽ ആത്മാവിൻ്റെ ദാനമാണ് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവ് തരുന്നത് ആത്മാവ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി വ്യക്തിയും രാഷ്ട്രവും. മനുഷ്യപ്രകൃതിയോട് പ്രത്യക്ഷമായി ചേർന്ന് പോകുന്ന സംവിധാനങ്ങളാണ് കുടുംബവും രാഷ്ട്രവും. സൃഷ്ടാവായ ദൈവം അധികാരത്തിന്റെ വിനിയോഗം മുഴുവനും തനിക്ക് മാത്രമായി പിടിച്ചു വെക്കാൻ ആഗ്രഹിച്ചില്ല. അതതിൻ്റെ പ്രകൃതിക്ക് ചേർന്ന കഴിവുകളനുസരിച്ച് നിർവഹിക്കുവാൻ സാധിക്കുന്ന ജോലികൾ ദൈവം ഓരോ സൃഷ്ടിയെയും ഏൽപ്പിച്ചിരിക്കുന്നു. സമൂഹ ജീവിതത്തിൽ ഈ ഭരണ മാതൃകയാണ് അനുവർത്തിക്കേണ്ടത്. ഇത് അല്പം ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വാചകമാണ്. ദൈവം സൃഷ്ടികർമ്മത്തിൽ ഈ പ്രപഞ്ചത്തെയും കൂടെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത്. അത് ദൈവത്തിൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അത് മറ്റുള്ള പ്രകൃതിയുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അത് അതിനെ വിട്ടുകൊടുക്കുകയാണ്. അതാണ് ഇതുകൊണ്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അധികാരം എന്താണ്? സഭയും രാഷ്ട്രവും അധികാരവും. അധികാരം ഒന്നുമില്ല, വളരെ ലളിതമാണ്. വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമനിർമ്മാണം നടത്തുകയും മനുഷ്യർക്ക് ആജ്ഞകൾ നൽകുകയും അവരിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഗുണവിശേഷമാണ്. വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമനിർമ്മാണം നടത്തുക, അത് മനുഷ്യർക്ക് അതിൻ്റെ വെളിച്ചത്തിൽ അത് ആജ്ഞകൾ നൽകുക. നിയമനിർമ്മാണം നടത്തുക, നിങ്ങളത് ചെയ്യാനായിട്ട് ആജ്ഞകൾ കൊടുക്കുക, നമ്മളത് അനുസരിക്കുക. ഉണ്ടാക്കുക, അത് ചെയ്യാനായിട്ട് ആജ്ഞ കൊടുക്കുക, അത് നമ്മൾ അനുസരിക്കുക. ഈ 3 കാര്യങ്ങളാണ് അധികാരം കൊണ്ട് നമ്മൾ, ഭൗതിക അധികാരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആവശ്യമാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പും സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ഇത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നിയമമില്ലാത്തൊരു ലോകത്തിലേക്ക് പോകും. നിയമമില്ലാത്ത ലോകം നമുക്കറിയാം. റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ട്രാഫിക് നിയമമാണ്. ഒരു നിയമം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ്. അപ്പോൾ ഇതിന് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും ഇത് ആവശ്യമാണ്. എന്നാൽ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ അധികാരം എന്നുള്ളത് സേവനമാണ്. അധികാരം എന്നുള്ളത് സേവനമാണ്. ആ സേവനം നമ്മുടെ സ്വാതന്ത്ര്യത്തിലും ഉത്തരവാദിത്വ ബോധത്തിലും അടിയുറച്ചതായിരിക്കണം. അങ്ങനെയുള്ള ധാർമ്മിക ശക്തിയായി പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അധികാരം നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം അധികാരം വരുന്നത് എപ്പോഴും ദൈവത്തിൽ നിന്നാണ്. നമ്മൾ ബൈബിൾ പഠിക്കുന്നതാണ്. അധികാരം ദൈവത്തിൽ നിന്നാണ്. പക്ഷെ ഈ അധികാരം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് സേവനമായിട്ട് നമ്മൾ മാറ്റേണ്ടത്, ഒരു കടമയായിട്ട്. ഇനി അധികാരികളുടെ ബഹുമാനം, ആദരം, അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. അത് നമ്മൾ ചെയ്തേ മതിയാകും. വ്യക്തി സ്വാതന്ത്ര്യത്തിലും സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായ ഭരണ വ്യവസ്ഥകളെ നാം എന്ന് പിന്തുണയ്ക്കുകയും ആദരിക്കുകയും വേണം. വ്യക്തികളെ, ഭരണ സംവിധാനത്തെ ഉൾക്കൊള്ളുന്നവർ,
നടപ്പാക്കുന്നവർ അവരെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കും. മേലധികാരികളെ ബഹുമാനിക്കുക. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന റോമാക്കാരുടെ ലേഖനത്തിൽ ഓരോരുത്തരും മേലധികാരികൾ വിധേയനായിരിക്കട്ടെ, എന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരം ധിക്കരിക്കുന്നവൻ ദൈവത്തിൻ്റെ സംവിധാനമാണ് ധിക്കരിക്കുന്നത്. അവിടുത്തെ ധിക്കരിക്കുന്നവർ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കും. ഇതൊന്ന് വായിച്ചൊന്ന് ധ്യാനിക്കുന്ന എപ്പോഴും നല്ലതാണ്. യേശു തന്നെ അത് തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോഴൊക്കെ യേശു പറയുന്നത്, നിങ്ങൾക്ക് പുരോഹിതന്മാരെ കാണിക്കുക. പക്ഷെ ആ നിയമത്തിന് വിധേയമായി കൊണ്ടാണ് ആ പൗരോഹിത്യത്തെ, അന്നത്തെ യഹൂദ പൗരോഹിത്യത്തെ യേശു പാലിച്ചത്. യേശു ഒരിക്കലും ഒരു നിയമത്തെ എടുത്ത് അല്ലെങ്കിൽ നിയമത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നിയമത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. അത് തരുന്ന വ്യക്തികളെ നമ്മൾ ആദരിക്കുകയും വേണം. അത് വ്യക്തിയായിരിക്കാം, സംവിധാനമായിരിക്കാം. നമ്മളെന്ത് സർക്കാർ ഇതൊരു സംവിധാനമാണ്. അത് നമ്മൾ ഉണ്ടായിരിക്കണം. നമുക്കത് ഉണ്ടായേ മതിയാകും. എങ്കിൽ മാത്രമേ രാഷ്ട്രത്തിന്, നമ്മുടെ സമൂഹത്തിന്, രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മളിത്രയും അധികാരം നമ്മൾ കണ്ടു. മാനുഷികമായ അധികാരം, ദൈവത്തിൻ്റെ അധികാരം. ഇനി ഒരുവന്റെ അവകാശങ്ങൾ എന്താണ്? നമ്മുടെ ഭരണഘടനയെ തന്നെ പറയുന്നുണ്ട് അവകാശങ്ങൾ എന്താണ്, ഇല്ലേ? വളരെ വ്യക്തമായിട്ട് പറയുന്നത്, പ്രിയാമ്പിൾ തന്നെ പറയുന്നുണ്ട് അവകാശങ്ങൾ എന്താണ്. സമത്വം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എന്നിവ. ഇതൊരിക്കലും ഹരിക്കപ്പെടരുത്. ഒരു വർണ്ണത്തിൻ്റെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ഒരു വ്യവസ്ഥയുടെ പേരിലോ ഭാഷയുടെ പേരിലോ ഇതൊരിക്കലും ഒരു രാഷ്ട്രം ഇല്ലാതാക്കരുത്. ഇല്ലാതാക്കുമ്പോഴാണ് വാസ്തവത്തിൽ ആ മൗലിക അവകാശങ്ങളും പൗരാവകാശങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതൊക്കെ ഓരോ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഓരോ സിറ്റിസൻ്റെയും കടമയാണ് എന്നുകൂടെ നമ്മളെപ്പോഴും നോക്കുക. അതായത് ഭരണഘടനയെ ബഹുമാനിക്കുക. ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള ഓരോ അംശങ്ങളും അത് സംശീകരിച്ചുകൊണ്ട് അതിൽ ജീവിക്കാനുള്ള വലിയൊരു കടമ നമുക്ക്, അല്ലെങ്കിൽ അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന തരുന്നത്. ഇനി നമ്മുടെ കടമ എന്താണ്? അവകാശങ്ങൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കടമകളുണ്ട്. അത് നിയമപരമായിരിക്കാം, ധാർമ്മികമായിരിക്കാം. നിയമപരമായ കടമകൾ പറയും, നമ്മൾ ടാക്സ് കൊടുക്കുക, നീതി കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ദേശീയ പതാക ബഹുമാനിക്കുക. ഇതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഇത് ധാർമ്മികമായിട്ടുള്ള കടമകൾ എന്താണെന്ന് ചോദിച്ചാൽ, പാവപ്പെട്ടവരെ കാണുക. ഇവിടെ പറയുന്നുണ്ട് വൃദ്ധമാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുക, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. നമുക്കറിയിപ്പോൾ വൃദ്ധമാതാപിതാക്കന്മാരെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള അവർക്ക് ലഭിക്കേണ്ടതെല്ലാം അവർക്ക് കിട്ടും. കാരണം നിയമം മാറുകയാണ്. പക്ഷെ ഇത് നമ്മൾ ഒരു മക്കളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും അവരെ ശുശ്രൂഷിക്കാനും അവരെ പ്രായമാകുമ്പോൾ അവരെ ശുശ്രൂഷിച്ച് അവരെ സംരക്ഷിക്കാനുള്ള കടമ ഒരു മക്കൾക്കുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് നമുക്കതല്ല. ഓരോ സാഹചര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ വൃദ്ധമന്ദിരങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കാരണം ഒരു കാര്യം ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കന്മാരെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവിട്ടാൽ നമ്മളെ മക്കള് നമ്മളെ ഒരു കാലത്ത് ഇത് വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവിടും. അത് മക്കൾ ഒന്ന് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി വ്യക്തിയും കുടുംബവും. സാമൂഹിക ജീവിതത്തിന്റെ പ്രാഥമിക വശമാണ് കുടുംബം. പറയാം, കുടുംബമാണ് ബേസിക് സെൽ. അവിടെയാണ് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. അവിടെയാണ് അവരുടെ ധാർമ്മികത എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ പിതാവിൻ്റെ ജോലി എന്താണ്, മാതാവിൻ്റെ ജോലി എന്താണ്, അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ശരിയായ ബോധ്യം അവർക്ക് ഉണ്ടായിരിക്കണം.
ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും. ഇവിടെയാണ് സമൂഹ ജീവിതത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. കൊടുക്കാനും വാങ്ങാനും ഒക്കെ മക്കൾ തമ്മിൽ ഒരു മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം പങ്കുവെക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇതാണ്. രണ്ടാമതായിട്ട് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഒരു കുടുംബത്തിൽ വളർത്തിയെടുക്കുന്നത് മാതാപിതാക്കന്മാരുടെ കടമയാണ്. പിന്നെ മക്കളെ നല്ല രീതിയിൽ വളർത്താനുള്ള വലിയൊരു ഒരു 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 സെല്ലാണ് വാസ്തവത്തിൽ ഈ കുടുംബം. ഇവിടെ ഈ കുടുംബത്തിലെ അധികാരം, സ്ഥിരത, പരസ്പരമുള്ള ജീവിത ബന്ധങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ കുട്ടികൾക്ക് ബാല്യം മുതൽ ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കാനുള്ള ഒരു വേദിയും കൂടാണ് കുടുംബം. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. കാരണം അതൊക്കെ ചെറിയ മക്കളാണ്, നിങ്ങളൊക്കെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ വിവാഹ ഒരുക്ക കോഴ്സുകളൊക്കെ കാണുക, അല്ലാതെ പങ്കെടുക്കുക, ഇപ്പോൾ കൂടുതലായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്കിൽ തന്നെ ബേസിക്കായിട്ട് ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ചെറുപ്പമാണ്, പക്ഷേ ഈ ചെറുപ്പം എന്നുള്ളത് ഇത്രയും ആയത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഈ കുടുംബമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. നല്ല കുടുംബമാണെങ്കിൽ നല്ല മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കുടുംബമാണെങ്കിൽ അത് സ്വർഗമായിരിക്കും. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് മക്കളെന്ന നിലയിലും മാതാപിതാക്കന്മാർ എന്ന നിലയിലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയോടെ ചെയ്തു തീർക്കുക. അതുപോലെ തന്നെ കുടുംബം, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കുടുംബം ഒരു കൂട്ടായ്മയാണ്. കാരണം ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതായത് പരസ്പരം കൊടുക്കുന്നത് ഒരു കൂട്ടായ്മയാണ് ദൈവം. ഇത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് കുടുംബം. അപ്പനും മക്കളും എല്ലാം കൂടെ ചേർന്ന് പരസ്പരം പങ്കിടുന്ന ഒരു സ്നേഹബന്ധം, ബന്ധങ്ങൾ പങ്കിടുന്ന ഒരു ആലയം അല്ലെങ്കിൽ ഒരു സ്വർഗം, അതാണ് കുടുംബം. ഇനി കുടുംബാംഗങ്ങളുടെ കടമകൾ എന്താണ്? അപ്പന് അച്ഛൻ്റെതായ കടമയുണ്ട്, അമ്മയുടേതായ കടമകളുണ്ട്. രണ്ടുപേരും വ്യത്യസ്ത കടമകളാണ്. പക്ഷേ വ്യത്യസ്ത കടമകൾ കുടുംബം എന്ന ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ്. ഇവിടെ മക്കളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവിക പിതൃത്വമാണ് മാനുഷിക പിതൃത്വത്തിൻ്റെ ഉറവിടം. അതിനാൽ മാതാപിതാക്കന്മാർക്ക് അർഹമായ ബഹുമാനം നൽകണം. അപ്പനമ്മയും തൊട്ടിട്ടില്ല, മക്കളിലേക്കാണ് വരുന്നത്. പറയുന്നുണ്ട്, സുഭാഷിതങ്ങൾ വായിച്ച, എൻ്റെ മകനെ നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, നിന്റെ മാതാവിൻ്റെ ഉപദേശം നീ നിരസിക്കരുത്. നീ നടക്കുമ്പോൾ അവൻ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിക്കും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം. വിവേകമുള്ളവൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, എന്നാൽ പരിഹാസവന് ശാസനം അവഗണിക്കുന്നു. സുഭാഷിതം 13. അപ്പോൾ കുട്ടികളുടെ ധർമ്മമാണ് ഇതിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സുഭാഷിത പുസ്തകത്തിലെ വരികളൊക്കെ കുറച്ചും കൂടെ വായിക്കുകയാണ് ഏറ്റവും നന്നായിരിക്കും. കാരണം അവിടെ ഒരു അപ്പൻ്റെ കട എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ദർശിക്കാൻ നമുക്ക് സാധിക്കും. ഇനി കുടുംബം രക്ഷിക്കാൻ രാഷ്ട്രാധികാരികൾ ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളിപ്പോൾ വളരെ ചുരുക്കി കണ്ടു കുടുംബങ്ങളുടെ കടമകൾ. എന്താണ് കുടുംബമെന്ന് നമ്മൾ കണ്ടു. കുടുംബത്തിൻ്റെ കടമകൾ, അപ്പൻ്റെ കടമയുണ്ട്, അമ്മയുടെ കടമ, അത് രണ്ടും ഇവിടെ പറയുന്നില്ല. മക്കളുടെ കടമയാണ് ഇവിടെ ഊന്നി പറയുന്നത്, കാരണം നിങ്ങൾ കുട്ടികളായതുകൊണ്ട്. ഇനി കുടുംബം രക്ഷിക്കാൻ രാഷ്ട്രം എന്ത് ചെയ്യണം? കുടുംബം സ്ഥാപിക്കാനും കുട്ടികളെ ജനിപ്പിക്കാനും കുടുംബത്തിൻ്റെ സ്വന്തം ധാർമ്മികവും മതപരവുമായ ബോധ്യങ്ങൾക്കനുസരിച്ച് അവരെ വളർത്താനുള്ള കുടുംബങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതായത് കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണ്? മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ ജന്മം നൽകാനുള്ള അവകാശം, മതപരവും ധാർമ്മികവുമായ ബോധ്യങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും. ഇതാണ് പലപ്പോഴും രാഷ്ട്രം അനാവശ്യമായ ചിലപ്പോഴും കാര്യങ്ങളൊക്കെ ഇടപെടുന്നു പറയാൻ കാരണം. ധാർമ്മികമായിട്ട് നമ്മൾ വളരണം, കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള അവസരം കൊടുക്കണം, അത് വളർത്താനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രം നൽകണം. അതിൻ്റെ കടമയാണ്. പിന്നെ വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും യഥാർത്ഥ സ്വഭാവം അംഗീകരിക്കുകയും അവയുടെ സുസ്ഥിരത സംരക്ഷിക്കുകയും വേണം. അതായത് വിവാഹത്തിൻ്റെ ഭദ്രത, കുടുംബത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം. വിവാഹത്തിൻ്റെ ഭദ്രത എന്ന് പറഞ്ഞാൽ വിവാഹം എന്തിനാണ്? വിവാഹം സ്നേഹദായകമാണ്, ജീവദായകമാണ്. അതിലേക്കാണ് വിവാഹം നയിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് കുടുംബ ഭദ്രത വരുന്നത്. കാരണം കുടുംബം നിലനിൽക്കുക. ഇതിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രം സംരക്ഷിക്കണം,
അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പൊതുധാർമ്മികത പരിരക്ഷിക്കുകയും ഗാർഹികമായ ഐശ്വര്യം വളർത്തുകയും വേണം. പൊതുധാർമ്മികത പരിരക്ഷിക്കും. ധാർമ്മികത എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം എന്തു പറയുന്നു അത് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ ആ ധാർമ്മികത നമ്മൾ സൂക്ഷിക്കുക. അതിനെ വളർത്താനുള്ള സാഹചര്യങ്ങളിൽ രാഷ്ട്രം നമുക്ക് ഉണ്ടാക്കി തരിക. ഒരു വ്യക്തിക്ക് തൻ്റെ വിശ്വാസം ഏറ്റുപറയുവാനും കൈമാറാനും, ഒരു വ്യക്തിക്ക് തൻ്റെ വിശ്വാസം പറയാനും അത് കൊടുക്കാനും, പ്രത്യേകിച്ചും ആദ്യം കുടുംബത്തിൽ കൊടുക്കാനും പിന്നീട് അത് അത് അവന് പുറത്തു കൊടുക്കാൻ, കുടുംബത്തിന് പുറത്തു കൊടുക്കാനുള്ള അവകാശം, ഞാനെന്ത് വിശ്വസിക്കുന്നുവോ അത് പറയാനുള്ള അവകാശം. ഇനി സ്വകാര്യ സ്വത്ത് സമ്പാദനം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സമ്പാദിക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അത്യാർത്ഥി വന്നാൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ സഹിക്കും. പക്ഷെ അതേസമയത്ത് തന്നെ സ്വത്ത് സമ്പാദനത്തിനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള മറ്റൊന്നാണ്. സ്വകാര്യ സമ്പാദനത്തിനും സ്വതന്ത്ര സംരംഭത്തിനും തൊഴിലിനും പാർപ്പിടത്തിനും കുടിയേറ്റത്തിനുമുള്ള അവകാശം ആദരിക്കപ്പെടണം. വളരെ ലളിതമാണ്, അത് പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് ചേർന്ന വിധം ചികിത്സയും പ്രായമുള്ളവർക്ക് സഹായം കൊടുക്കുക, അതും ആശുപത്രികളൊക്കെ ഉണ്ടാക്കുക, പ്രായമുള്ളവരെ സംരക്ഷിക്കുക. ഇതൊക്കെ രാജ്യത്തിന്, നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് നിശ്ചിത പൈസ കൊടുക്കും ഓരോ മാസവും പെൻഷനായിട്ട്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ ചിന്തിക്കാം. സുരക്ഷിതത്വം, ആരോഗ്യം, ഇത് ഉറപ്പുവരുത്തുക. പിന്നീട് നമ്മൾ പറയുന്നത് മയക്കുമരുന്ന്, അശ്ലീല കല, മദ്യാസക്തി. ഈ 3 കാര്യങ്ങളും പറയാതെ തന്നെ നിങ്ങൾ പത്രത്തിലൂടെ വായിക്കുന്നുണ്ട്. മയക്കുമരുന്ന് എന്താണ്, മദ്യാസക്തി എന്താണ്, എന്താ പല കൊലപാതകങ്ങളും കേരളത്തിൽ ലോകത്തിൽ നടക്കുന്ന മദ്യവുമാണ്. മദ്യം പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതായത് അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവനറിയില്ല. അവനൊരു ഭ്രാന്തനെ പോലെ ആയിത്തീരുക. പക്ഷെ മദ്യമെല്ലാം കെട്ടുകഴിയുമ്പോഴാണ് അവന് പലപ്പോഴും വീണ്ടും വിധാനം ഉണ്ടാകുന്നത്. പക്ഷെ നമുക്കത് ഒരുത്തരെ കൊന്നു കഴിഞ്ഞിട്ട് വീണ്ടും വിധാനം ഉണ്ടായത് ജീവനം കൊടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ പല കുടുംബങ്ങളും തകർന്നു പോകുന്നതും മദ്യം കൊണ്ടാണ്. അപ്പൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പണം അത് കുടുംബത്തിലേക്ക് കൊണ്ടുപോകണം. പലപ്പോഴും ധരിക്കും, പല അപ്പന്മാരും പറയും, ഞാൻ അധ്വാനിക്കുന്നതല്ലേ എനിക്കിഷ്ടം പോലെ ചെയ്തുകൂടെ എന്ന്. തെറ്റാണ്. ഒരു മകൻ പറയുകയാണ്, ഞാൻ അധ്വാനിക്കുന്നതാണ്, എനിക്കത് ഇഷ്ടം പോലെ ചെയ്തുകൂടെ. ഇല്ല, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൻ അധ്വാനിക്കുന്നെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടിയാണ്. അത് അവന് കള്ളു കുടിച്ചോ മദ്യപിച്ചോ കളയാനുള്ളതല്ല. ഇവിടെ തന്നെ സ്വാതന്ത്ര്യം, അവൻ്റെ ദൈവം കൊടുത്ത അവൻ്റെ സ്വാതന്ത്ര്യം അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇവിടെ ധാർമ്മികമായ വ്യക്തി അവിടെ അധപ്പതിക്കുകയാണ്. നമ്മൾ സ്വയം നീതിയാണെന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയ പണം എനിക്ക് ചെലവഴിച്ചുകൂടെ? എനിക്ക് ഉണ്ടാക്കിയ പണം ഞാൻ എവിടെ ജീവിക്കുന്നുവോ, ഏതവസ്ഥയിൽ ജീവിക്കുന്നോ അതിലേക്കാണുള്ളത്. നമ്മുടെ കുടുംബത്തിനാണ് കുടുംബത്തിന് കൊടുക്കുന്നത്. അത് നമ്മുടെ ഒരു കടമയാണ്. സമൂഹത്തിൻ്റെ ജീവിതത്തിലും ക്ഷേമത്തിലും കുടുംബത്തിന് പ്രാധാന്യമുള്ളതിനാൽ വിവാഹത്തെയും കുടുംബത്തെയും പിന്താങ്ങാനും ശക്തിപ്പെടുത്തുവാനും രാഷ്ട്രത്തിന് ഉത്തരവാദിത്തമുണ്ട്, വിവാഹത്തെ. പക്ഷേ ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ പലപ്പോഴും തകരുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. പണ്ടത്തെ കാലത്ത് പണ്ട് കൂടി തകരുന്ന കുടുംബങ്ങൾ. അതിൻ്റെ ലക്ഷണം അത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകളാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അസ്വസ്ഥതകൾ മനസ്സിലാക്കാനെങ്കിൽ കൊടുക്കാനും വാങ്ങാനും ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നില്ല, ഇവർ രണ്ടുപേരും മക്കളെ മനസ്സിലാക്കുന്നില്ല, മക്കൾ അവരെ മനസ്സിലാക്കുന്നില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുവഴി പലപ്പോഴും അകന്നകന്ന് പോകുന്നു. ചിലർ ആത്മഹത്യയിലേക്ക് പോകുന്നു, ചിലർ നാട് വിട്ടു പോകുന്നു, ഭാര്യ ഭർത്താവ് മാറിപ്പോകുന്നു. അങ്ങനത്തെ അവസ്ഥ നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൂരെയുടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രത്തിന് ഇത് നിയന്ത്രിക്കേണ്ട ഒരു കടമയുണ്ട്. അതേസമയത്തിന് സഭയ്ക്കും ഇതിനെ നിയന്ത്രിക്കേണ്ട ഒരു കടമയുണ്ട്. അതാണ് ഇനി അടുത്തേക്ക് വരുന്നതാണ്. മാനവ സമൂഹവും സഭയും ലോകത്ത് സത്യത്തിൻ്റെ സ്തംഭവും കോട്ടയുമാണ് സഭ. സത്യത്തെ മുറുകെ പിടിക്കുന്നതാണ്, അതാണ് സഭ.
നമുക്ക് മനുഷ്യകുലത്തിൻ്റെ രക്ഷ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട കടമ ആർക്കാണ്? സഭയ്ക്കാണ്. സഭ എന്ന് പറയുന്നത് ആരാണ്? മാമോദീസ സ്വീകരിച്ച എല്ലാവരും സഭയാണ്. പലപ്പോഴും സഭ എന്ന് പറയുമ്പോൾ അച്ഛന്മാരും കുറച്ച് വിദ്യാർത്ഥികളും ബിഷപ്പ്മാരും മെത്രാനും കൂടിയാണ് സഭ എന്നൊരു ചിന്തയാണ്. അത് ശരിയല്ല. സഭ എന്നുള്ളത് മാമോദീസ സ്വീകരിച്ച ഞങ്ങളെല്ലാവരും ചേർന്നതാണ് സഭ. അപ്പം ആ സഭയെ കേൾക്കേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഇപ്പോഴുണ്ട്. മനുഷ്യ വ്യക്തിയുടെ മഹാത്മ്യത്തിന്റെ സംരക്ഷണവും വളർത്തലും സൃഷ്ടാവും നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് സഭയുടെ കടമ വലുതാണ് എന്ന ഒരു കാര്യം മറക്കരുത്. ഇതുണ്ടാകണമെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉൾക്കൊള്ളാനും കടമകൾ നിർവഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി സഭയുടെ പ്രബോധനാധികാരം ആരാണ്? മജിസ്റ്റേറിയം എന്ന് പറയും. അതായത് മാർപ്പാപ്പയും മെത്രാന്മാരും അടങ്ങുന്ന സംഘം. അവിടെയാണ് ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാകുന്നത്. ഇത് തെറ്റോ ശരിയോ എന്ന് അത് അറിയിക്കേണ്ടത് സഭയുടെ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ പുരോഹിതരാണ്. അതിനനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ നമ്മളെ പഠിപ്പിക്കേണ്ടത് അവരാണ്. ഓരോരുത്തർ തോന്നുന്നതനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതല്ല സഭയുടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ. വിശ്വാസവും ധാർമ്മികവും. ബൈബിൾ എടുത്തിട്ട് എന്തെങ്കിലും വായിക്കാൻ എനിക്ക് തോന്നുന്നവർ പറയാം, അത് ശരിയല്ല. അത് എൻ്റെ വ്യാഖ്യാനമല്ല, സഭയുടെ വ്യാഖ്യാനം. സഭയുടെ വ്യാഖ്യാനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് നൂറ്റാണ്ടുകളായി നടക്കുന്നതാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റിൽ പറയുന്നുണ്ട്, വായിക്കുക. അവസാനമായിട്ട് ഒന്നേ ഉള്ളൂ, ഒറ്റ വാക്ക്. മനുഷ്യൻ ലോകത്തിൽ ജനിക്കുന്നു, കുടുംബത്തിൽ ജീവിക്കുന്നു, സമൂഹത്തിൽ വളരുന്നു. ഇതെല്ലാം അത്യന്തികമായ ഒന്നേ ഉള്ളൂ, ദൈവത്തിലേക്കുള്ള വിളി. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുക, സ്വർഗം. അതാണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? പങ്കുവെക്കുക, സ്നേഹിക്കുക, പങ്കുവെക്കുക. ആ ഒരു നല്ല ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ആത്മാവിന്റെ നടപടി